നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എമർജൻസി മെഡിക്കൽ റൂം സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ.കെ. മുസ്തഫ രംഗത്ത്. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷനിൽ നടക്കുന്ന നവീകരണ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തി മെഡിക്കൽ അസിസ്റ്റന്റ് പോയിന്റ് സ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ADRM ജയകൃഷ്ണന് കൈമാറി. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ആതുരാലയ നഗരമായ പെരിന്തൽമണ്ണയെ ലക്ഷ്യമാക്കി നിരവധി രോഗികൾ ആശ്രയിക്കുന്ന സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനെന്നും നൂറുകണക്കിന് വരുന്ന രോഗികൾക്ക് ആശ്രയമായി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഒരു എമർജൻസി മെഡിക്കൽ റൂം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്താണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ.കെ. മുസ്തഫ പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ADRM ജയകൃഷ്ണന് കൈമാറിയത്. MES മെഡിക്കൽ കോളേജ്, പെരിന്തൽമണ്ണയിലെ മറ്റു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, പാരാ മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്ന നിത്യരോഗികൾ ഉൾപ്പെടെയുള്ള ധാരാളം പേർ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട്. ഇവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും വൈദ്യസഹായത്തിനോ പ്രാഥമിക ശുശ്രൂഷയ്ക്കോ ഒരു സംവിധാനം അങ്ങാടിപ്പുറത്തില്ല. ഇപ്പോൾ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അമൃത് ഭാരത് നവീകരണ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തി മെഡിക്കൽ റൂം സ്ഥാപിക്കാൻ റെയിൽവേ അധികൃതർ മുൻകൈയെടുക്കുന്ന പക്ഷം പെരിന്തൽമണ്ണ CH സെന്ററിൽ നിന്നും അനുബന്ധ സൌകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ.കെ. മുസ്തഫ പറഞ്ഞു. ഒരു പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഈ ഒരു മാറ്റവും ഇവിടെ വേണം. അപ്പോൾ അത് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള റെയിൽവേ സ്റ്റേഷനിലൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ന്യായീകരണം പെരിന്തൽമണ്ണക്ക് യോജിച്ചതല്ല. അങ്ങാടിപ്പുറത്തിന് ഏറ്റവും അനുയോജ്യമായതും എന്നാൽ വളരെ അത്യാവശ്യമായിട്ട് ഇവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന ഒരു സൗകര്യമാണ് എമർജൻസി മെഡിക്കൽ റൂം എന്ന് പറയുന്നത്. അതിങ്ങനെയുള്ള രോഗികൾ ഇറങ്ങുകയും കയറുകയും പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അനുവദിക്കുന്നുണ്ട്. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള കലം അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൂച്ചയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കലം അയക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു മാറ്റത്തിൻ്റെ ഒപ്പം അത് അവർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഇനി അങ്ങനെ അവർക്ക് ചെയ്യാൻ വല്ല സാങ്കേതികമായിട്ടോ നിയമപരമായിട്ടോ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിൻ്റെ കാരണങ്ങൾ കൊണ്ടോ പറ്റുന്നില്ലെങ്കിൽ അത് 3-ാം തീയതി പെരിന്തൽമണ്ണയിൽ നമ്മുടെ നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോകുന്ന CH സെൻറ്റർ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ നിയോഗിക്കാനും അതിനാവശ്യമായിട്ടുള്ള മറ്റ് ഫെസിലിറ്റീസ് കൊടുക്കാനും ഒക്കെ. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ADR സ്ഥലത്തെത്തിയപ്പോഴാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. തികച്ചും ന്യായമായ ആവശ്യമാണിതെന്നും ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും ADRM ജയകൃഷ്ണൻ അറിയിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ. ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ. ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി 4% മാത്രം. ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. ഈ ഓഫർ ഡിസംബർ 26 വരെ മാത്രം. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.